മൊത്തം ഫാന്റസിയാണ് ആക്ച്വലി. സണ്ണിവേന്റെ ക്യാരക്ടർ ഗോഡിന്റെ ക്യാരക്ടറാണ്. അപ്പം ത്രൂ ഔട്ട് സണ്ണി ഉണ്ട്. മോനെ ജിജോ, ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് നീ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ദൈവം ഇങ്ങനെ അടിക്കൂ, വണ്ടി ഒന്ന് ശരിയാക്കി തരാൻ പറ്റും. നിന്റെ ജീവൻ തന്നെ വലിയൊരു കോമഡിയാണ്. ഈ സ്റ്റോറിയിൽ കാണിക്കുന്ന പല കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്താൽ അവരുടെ ലൈഫിലും ഒക്കെ പോസിറ്റീവായിട്ട് കുറെ ചേഞ്ചസ് വരുമെന്നാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു ദൈവം വന്ന് ആളെ കൊണ്ട് തന്നെ ആളുടെ ജീവിതം ഒന്ന് നന്നാക്കിപ്പിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ല, ഇപ്പം ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഈ അമ്പലത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ദൈവത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ വീട്ടിൽ ചുമ്മാ തമാശക്ക് അമ്മേനെ ചൊറിയാൻ പറയാറുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ വന്ന കൃഷ്ണഗുരുപ്പ ദൈവത്തിനൊരു മുഖമില്ല, അതൊരു എനർജിയാണ്. എല്ലാവരും ഒരുമിച്ച് ഭൂമിയിൽ കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സാണ്. ഞാൻ ആക്ച്വലി എനർജിയെ വിശ്വസിക്കുന്നു. കാരണം പണ്ടൊക്കെ ആൾക്കാർ കല്ലല്ലേ ആരാധിച്ചുകൊണ്ടിരുന്നത്, ലൈക്ക് കാട്ടാൾക്കാരായാലും. പിന്നെ ആക്ച്വലി നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു അടക്കം ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാരെ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. ട്രിവാൻഡ്രം ലോഡ്ജ് ചെയ്യുമ്പോഴത്തെ ആ പൊങ്ങച്ചത്തിന്റെ ആ മൊത്തം സിറ്റുവേഷൻ, ഞാനിത് ആരോടാണ് പൊങ്ങച്ച അടിക്കുന്നത് ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ ആളല്ല ഷിബു വെള്ളാനി. ജോണി പറങ്ങോടൻ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേഷൻ ഉള്ള ഒരാളാണ്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. ഇതിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആവാം. ആക്ച്വലി പ്ലാനിങ്ങിലുണ്ട്. പ്ലാനിങ് ഉണ്ടാ ഗുണ്ടജന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അന്താക്ഷരിയുടെ 1 ലൈൻ കംപ്ലീറ്റ് ആയെന്നാണ് വിപിൻ പറഞ്ഞത്. തൽക്കാലം ഈ 3 സീരീസിലും ഏറ്റവും ക്രേസിയസ്റ്റ് ആൻഡ് കുറച്ചുകൂടെ ബിഗ് ബഡ്ജറ്റ് ആണ്, ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇത് ഫസ്റ്റ് പാർട്ടിലുള്ള കുറച്ച് പേര് സെക്കൻഡ് പാർട്ടിലില്ല, സെക്കൻഡ് പാർട്ടിലുള്ള കുറച്ച് പേര് ഫസ്റ്റ് പാർട്ടിലും ഇല്ല. പക്ഷേ ഈ 2 പാർട്ടിലുള്ള എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ തേർഡ് പാർട്ടിലുണ്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമയെ പറ്റി സംസാരിക്കാൻ സൈജു കുറുപ്പ്, അപർണ, സിനിമയുടെ സംവിധായകൻ ഫെബി എന്നിവർ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ഒരു ഫാൻറ്റസി ജോണർ എന്നുള്ളൊരു അപ്പോൾ ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ, സൈജു തിരഞ്ഞെടുത്താൽ മോശമാവില്ല എന്നുള്ളത്. ഓക്കെ, പറയും സിനിമയെ പറ്റി പറയാ. ഫാൻറ്റസിയുടെ അളവ് എത്ര പേരുണ്ട് പടത്തിൽ? ഫാന്റസിയുടെ അളവ് എത്ര പേരുണ്ട് പടത്തിൽ? മൊത്തം ഫാന്റസിയാണ് ആക്ച്വലി. ബിക്കോസ് സണ്ണിവേന്റെ ക്യാരക്ടർ ഗോഡിന്റെ ക്യാരക്ടറാണ്. അപ്പം ത്രൂ ഔട്ട് സണ്ണി ഉണ്ട്. അപ്പം ത്രൂ ഔട്ട് തന്നെ ഒരു ഫാന്റസി എന്ന് പറയാം. ഒരു നമ്മള് ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ദൈവം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഇതിനകത്ത് ഞാൻ എൻ്റെ കഥാപാത്രം അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല, പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുവാണ്. അങ്ങനെയാണ് ദൈവം എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇപ്പം നിനക്കത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ദൈവം വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവുമെന്നുള്ളത് അല്ലേ? പക്ഷെ എങ്ങനെയാണിത് ശരിയാക്കാൻ പോകുന്നത്? ദൈവം വന്നിട്ട് ഈ പ്രശ്നമാണ് നിനക്ക്, ഓക്കെ എല്ലാം സോൾവ് ചെയ്തു അല്ലേ? അങ്ങനെയല്ല, ഇത് റൂട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ശരിയാക്കാനുള്ള റൂട്ട്. നമ്മൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് അവിടേക്ക് എത്താൻ. അതായത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എല്ലാം നമുക്ക് ആഗ്രഹങ്ങളാണല്ലോ. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടണേ അല്ലെങ്കിൽ നല്ല സിനിമകൾ കിട്ടണേ എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേറ്റീവാണ്. എനിക്ക് ഹെൽത്ത് ഉണ്ടാവണേ, എനിക്ക് വെൽത്ത് ഉണ്ടാവണേ എന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം ആഗ്രഹങ്ങളാണ്. അപ്പോൾ അതേപോലെ ഈ ആഗ്രഹം നമ്മളെ സഫലീകരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ റൂട്ടാണ് ദൈവം ഇതിനകത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് കിട്ടും. അത് കൂടാണ്ട് കുറേ പേരെങ്കിലും ഇങ്ങനെ ഈ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്താൽ, ഈ സ്റ്റോറിയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്താൽ അവരുടെ ലൈഫിലും ഒക്കെ പോസിറ്റീവായിട്ട് കുറെ ചേഞ്ചസ് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബ്രൂസ് ഓൾമൈറ്റി വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് കുറെ ദൈവം വന്ന സിനിമകളുണ്ടല്ലോ. ഓമേ കടുവള ഉണ്ട്, നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ ദൈവം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാരദൻ കേരളത്തിലൊക്കെ പോലത്തെ രസകരമായിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇപ്പം എങ്ങനെയാ റിട്ടേൺ ഡയറക്റ്റഡ് ബൈ ഗോഡിൽ ഒരു വ്യത്യസ്തത ഉണ്ടാക്കുക, അങ്ങനെ തോന്നിയിരുന്നോ? ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ജനറലി ഈ പറഞ്ഞ പടങ്ങളെല്ലാം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
ഞാൻ ഹിന്ദിയിലൊരു പടം കണ്ടായിരുന്നു, തക്ദീർ വാല എന്ന് പറഞ്ഞു, ആ വെങ്കടേഷ്. ഓക്കെ. ഹിന്ദിയിൽ ഓ മൈ ഗോഡ് കണ്ടിട്ടില്ലേ? ഇല്ല, അത് കണ്ടിട്ടില്ല. അക്ഷയ് കുമാറിന്റെ അല്ലേ? ആദ്യം കണ്ടിട്ടില്ല. അതും അപ്പം സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഉള്ള സ്റ്റോറീസ്, ഫാന്റസി സ്റ്റോറീസ് വരുമ്പോഴത്തേക്ക് ഹ്യൂമറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹ്യൂമറിലാണ് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ ഈ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന് എല്ലാ കാര്യങ്ങളും നടക്കും ദൈവം വന്നു കഴിയുമ്പോൾ. അപ്പൊ അത് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ ഹ്യൂമർ ആണുള്ളത്. അല്ലാണ്ട് നമ്മളിപ്പം ബാക്കിയുള്ള സിനിമകളിലെ പോലെ ഭയങ്കര അട്ടഹസിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് ഫാന്റസി എലിമെന്റ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഇല്ല, മാജിക് പരിപാടികളില്ല, അതൊന്നുമില്ല. നമ്മളിതിനകത്ത് ഇപ്പൊ സണ്ണിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതൊരു ഫാന്റസി ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ വേറൊരു ക്യാരക്ടർ, നമ്മുടെ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ആക്ടർ ചെയ്യുന്നത്, അതൊരു ഫാന്റസി ക്യാരക്ടറാണ്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ തക്ദീർ വാലയിലൊക്കെ മോർ ദാൻ 2, 3, 4 ഫാന്റസി ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ട് പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന കുറെ കോമഡി സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഈ സിനിമ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തോന്നും, ഒന്ന് റീതിങ്ക് ചെയ്യും. ശരിയാണല്ലോ, ഇയാളുടെ ലൈഫിലെ പ്രോബ്ലംസ് ആയിരിക്കില്ല ഈ ഓഡിയൻസിന്റെ ലൈഫിലെ പ്രോബ്ലംസ്. പക്ഷെ എവിടെയെങ്കിലും നമ്മളും ആ റൂട്ട് എടുത്താൽ, അതുപോലത്തെ റൂട്ട് എടുത്താൽ ചിലപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ആവുമായിരിക്കും. ദൈവത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തരാനൊന്നും പറ്റില്ല. കുറെ പേർക്ക് ഇപ്പോഴും ദൈവം ഫാന്റസി ആണല്ലോ. ഐ മീൻ, കുറെ പേര് പറയുന്നുണ്ട് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കുറെ പേര് പറയുന്നുണ്ട് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയണത്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ്. പക്ഷേ ദൈവത്തിനൊരു മുഖമില്ല, അതൊരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മളെ എല്ലാവരും ഒരുമിച്ച് ഭൂമിയിൽ കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സാണ്. നമുക്ക് അപർണ നേരത്തെ പറയുമായിരുന്നു, അതായത് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്, അതായത് ആ ഒരു ചെവി തരുന്ന ഒരാൾ, ലിസണറാണ്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരാളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പല റിലീജിയൻസിലും നമ്മൾ മനുഷ്യന്റെ രൂപമാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ എന്താണ്, ഇപ്പം ഗണപതി അല്ലെങ്കിൽ ജീസസ്, ഇവർക്ക് ഒരു രൂപമുണ്ടല്ലോ. നമുക്കപ്പോൾ അത് കണ്ടിട്ട് അവരോട് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ആയിരിക്കും ചിലപ്പം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ദൈവം വിശ്വാസം ഇല്ലാത്ത ഒരാളോട് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ ടീച്ചറിൽ കണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കത്തിച്ച് കളയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആളുകളായിട്ട് തല്ലുപിടിക്കണമെന്നുണ്ടോ ദൈവവിശ്വാസത്തിന്റെ പേരിൽ? അങ്ങനെ ആളുകളായിട്ട് തല്ലുപിടിക്കാന്ന് പറഞ്ഞാൽ സയൻസ് ആണ് ഇതൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനിത് എൻ്റെ അമ്മ ചില സമയത്ത് ഈ വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ചിലപ്പോ പറയാറുണ്ട്, പിന്നെ ഇനി വഴിപാട് ചെയ്തിട്ട് വേണമല്ലോ, അതൊക്കെ ഈ അമ്പലത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ദൈവത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ വീട്ടില് ചുമ്മാ തമാശക്ക് അമ്മേനെ ചൊറിയാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ വന്ന കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ് ഞാൻ എപ്പോഴും വിളിക്കുന്നത്. അപ്പം അത് ഞാൻ എൻ്റെ മുന്നിൽ ഞാൻ വിറ്റ്നസ് ചെയ്ത ഒരാളല്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പോഴും ഉണ്ട്, ടു ബി ഓണസ്റ്റ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ദൈവം ഉള്ളത് കൊണ്ട് എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആവും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, എനിക്ക് എന്തെങ്കിലും ടഫ് ടൈം വരുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച അത് ശരിയാവും എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒരു ഏത്തിസ്റ്റുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്റെ നിലപാട് ഇതാണ്, ദൈവം ഉണ്ട് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അവിടെ ഒരു പരിധി വരെ. ഞാൻ തല്ലാനും ഇടിക്കാനൊന്നും പോകുന്നില്ല, അവരുടെ വിശ്വാസം അതാണ്, ഓക്കെ. പക്ഷെ എന്റെ വിശ്വാസം മാറ്റാൻ ഞാൻ റെഡിയല്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ സഹിച്ചേട്ടൻ പറഞ്ഞ പോലെ അമ്പലോ പള്ളിയോ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഇത് കണ്ടാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷെ എഗൈൻ ഈ പറഞ്ഞ പോലെ ദൈവം കൃഷ്ണനാണോ ക്രിസ്തു ആണോ അള്ളാണോ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ എനിക്കറിയില്ല. ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജാതി മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇദ്ദേഹമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ സിനിമയുടെ അകത്തെ ഭർത്താവായിട്ട്. അപ്പം ഈ സ്ക്രിപ്റ്റിന്റെ പേരിലല്ലാതെ ദൈവമില്ലാന്ന് ഇയാൾ എഴുതിയിട്ട സ്ക്രിപ്റ്റിനല്ലാതെ ഇങ്ങനെ തമ്മിൽ മറ്റെന്തെങ്കിലും ഈ കഥാപാത്രമായിട്ട് മറ്റെന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളുണ്ടോ? അതായത് വീട്ടിലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഇവര് തമ്മിൽ ഭയങ്കര സീരിയസ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്
ഈ വൈഫ് പറയുന്ന വാലിഡ് പോയിന്റ്സ് ആണ്. പുള്ളിക്കാരി പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ നോക്കുമ്പോൾ കറക്റ്റ് ആണല്ലോ എന്ന് തോന്നും. പക്ഷെ ഈ സൈജു ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോ ഇവള് വലിയ ശല്യാണല്ലോ ഇത് അന്നും തോന്നാം. അപ്പൊ അങ്ങനത്തെ ഒരു സൗന്ദര്യപ്പണക്കങ്ങളും കാര്യങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലത്തെ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ അവർ തമ്മിൽ സ്നേഹമുണ്ട്. ഈ ദൈവത്തിന്റെ ഒരു അസ്തിത്വമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഇത് ഇതിനെ സയൻസുമായിട്ട് ചേർത്ത് ആലോചിച്ചിട്ടുണ്ടാവില്ല, ലോജിക്കലി ആലോചിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് നിരീശ്വരവാദിയായ ഫെബി ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എനർജിയെ വിശ്വസിക്കുന്നത്. കാരണം പണ്ടൊക്കെ ആൾക്കാർ കല്ലല്ലേ ആരാധിച്ചുകൊണ്ടിരുന്നത്, ലൈക്ക് കാട്ടാൾക്കാരായാലും. പിന്നെ ആക്ച്വലി നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു അടക്കം ചെയ്യാൻ വേണ്ടി മനുഷ്യന്മാർ തന്നെ ചെയ്തൊരു പരിപാടിയാണ്. ലൈക്ക് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് ജാതിയിൽ വിശ്വാസമില്ല, പക്ഷെ ഞാൻ വിളിക്കുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ളതാണ്. അതിന് പല രീതിയിൽ പറയാം. ഇവൾക്ക് ജാതിയിൽ വിശ്വാസമില്ല, പക്ഷെ ഇവളെന്തിനാ എനിക്ക് വിളിക്കാൻ ഒരു അങ്ങനത്തെ ഒരു വേർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൃഷ്ണ ശീലങ്ങൾ കൊണ്ടാണല്ലോ. അതെ അതെ അതെ. നമ്മള് ചെറുപ്പം മുതൽ കേട്ടുവരുന്നത് ആ ദൈവത്തിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഞാൻ കുരിശും വരയ്ക്കും, എനിക്ക് ആ മുസ്ലിംസിന്റെ ഫാത്തി അറിയാം. അപ്പം അങ്ങനെ അതായത് ഞാൻ വിളിക്കുന്നത് അത് എന്റെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ഒരു സുപ്രീം പവർ. ഞാനും അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും. കാരണം അമ്പലത്തിൽ എവിടെ പോലും ഒരു പോസിറ്റീവ് എനർജി ഗ്രാബ് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ എത്ര ടെൻഷനോടെ പോയാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ലൈക്ക് നമുക്ക് ഭയങ്കര മൈൻഡൊക്കെ കാമായി. ഇപ്പോൾ സാധാരണക്കാരന് ഒരു സമയത്ത് നമുക്ക് മോഹൻലാലിൻ്റെ മുഖം ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ്റെ മുഖം ഉണ്ടായിരുന്നു. അങ്ങനെ മാറി 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 പോയിട്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന നായകൻ ഇപ്പോൾ ഈയിടെയായി സജു കുറുപ്പിൻ്റെ മുഖമുണ്ട്. ഇപ്പൊ ഭരതനാട്യത്തിലൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ എല്ലാ കാലത്തും അതുണ്ടായിരുന്നു. സമയത്ത് ജയറാമായിരുന്നു, സ്ഥലത്ത് ദിലീപായിരുന്നു. പക്ഷെ അത് പക്ഷെ ഫ്ലാഷ് സ്റ്റാർ അത് പക്ഷെ ആൾക്കാർക്ക് കുറെ കൂടി ഇഷ്ടമുള്ളതല്ലേ അങ്ങനത്തെ ഒരു. അതെ അതെ, നല്ലതാണ്. ബിക്കോസ് ഒരു നോർമൽ ഓഡിയൻസ് പലപ്പോഴും സ്വയം ചെയ്യാത്തൊരു തെറ്റ് അല്ലാത്തതുകൊണ്ട് കണക്ട് ചെയ്യുന്നത് അങ്ങനത്തെ മറ്റല്ല എന്തെങ്കിലും വലിയൊരു മറ്റാരെങ്കിലും വരുത്തി വെച്ച ഒരു വലിയ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സ്വയം വരുത്തി വെച്ച ബാധ്യത അതിന് വിട്ട് ഉഴയുന്ന ക്യാരക്ടേഴ്സ് അതെല്ലാ കാലത്തും അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഹിന്ദിയിലും തമിഴിലും ഒക്കെ അങ്ങനത്തെ. ഒരു സമയത്ത് പ്രഭു ഉണ്ടായിരുന്നു തമിഴിൽ അങ്ങനത്തെ ചെയ്യാൻ, ഹിന്ദിയിൽ അങ്ങനത്തെ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു മറ്റേ ഗോവിന്ദക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് ക്യാരക്ടേഴ്സ്. അപ്പൊ അതുപോലെ ഒരാൾ. അതുകൊണ്ടാണോ സഹിച്ചേട്ടനെ തിരഞ്ഞെടുത്തത്? ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഞാൻ ഈ കഥ സെറ്റാക്കിയപ്പോൾ തന്നെ എനിക്ക് സഹിച്ചേട്ടൻ തന്നെ ആയിരുന്നു മനസ്സിൽ. പുള്ളി ഇതിനകത്ത് സണ്ണി വെയിനും സൈജു ഗ്രൂപ്പും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. സണ്ണി ഗോഡാണെങ്കിൽ ഡയറക്ടർ റോള് സൈജു ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഡയറക്ടർ അതിന് ആത്മാംശങ്ങളുണ്ടോ? ഓട്ടോബയോഗ്രഫിക്കലാണോ കുറച്ചൊക്കെ? ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, അതും സ്വയവും ജീവിതവും തമ്മിൽ എന്തെങ്കിലും? അല്ല, ഇതിനകത്ത് ആക്ച്വലി പുള്ളി ഓൾറെഡി പ്രൂവൺ ഡയറക്ടർ ആയിരുന്നു. എന്നിട്ട് പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ആക്ച്വലി ഫസ്റ്റ് മൂവി ബ്ലോക്ക് ബസ്റ്റർ, പിന്നെ 2 പടം ചെയ്തിട്ട് നല്ല പൊട്ടി. പിന്നെ അതിനുശേഷം ഫസ്റ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചപ്പോഴത്തേക്കും അതിനുശേഷം കക്ഷത്തില് ഒന്നിക്കുള്ള ഇഷ്ടിക വന്നു. കുറച്ച് സെൽഫിഷ് ആയി. അഹങ്കാരം. ആദ്യത്തെ പടം ബ്ലോക്ക് ബസ്റ്റർ ആയ അഹങ്കാരല്ലേ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസിലൂടെ പോകുന്നൊരു ആളാ. ഇപ്പൊ ഇൻഡസ്ട്രിയുടെ അകത്തെ ഇപ്പൊ ഒരു വലിയ വിജയം ഉണ്ടാക്കുക, അതിനുശേഷം അത് തുടരാൻ പറ്റാതെ പെട്ടുപോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പൊ അവരുടെ തന്നെ റിയൽ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ ആരെങ്കിലും ഇൻസ്പിറേഷൻ ഡ്രൂ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ശരിക്കുമുള്ള ആരുടെയെങ്കിലും ലൈഫിൽ ഇല്ല? ഫുൾ സാങ്കല്പികം. ഫാന്റസി മാൻ എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക്. അതായത് ഫാന്റസി സിനിമകള് ചെയ്യാനാണ് ഫെബിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനത്തെ ജോണറിനോടാണ് ഇഷ്ടം. ഫെബി 2 വർഷം മുമ്പേ എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്കൊരു സോംബി പടം ചെയ്യാം, എന്റെ പ്ലോട്ട് ഇതാണ്. ഞാൻ ഓൾറെഡി ഡെവലപ്പ് ചെയ്തായിരുന്നു. നമ്മൾ പിന്നെ ഈ പടം തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നമുക്ക് ആദ്യം ഈ പടം കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് ഒരു കഥയിലേക്ക് പോവാം. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ് 1-2 സോംബി പടങ്ങൾ വരുന്നുണ്ട്. വല വരുന്നുണ്ട്, പിന്നെ രഞ്ജിത്ത് സജീവിന്റെ ഒരു പടവും നമ്മുടെ ജോർജ് കോരയുടെ. അതെ അതെ, അങ്ങനെ 3 പടങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് സോംബി ജോണർ. ഞാൻ പറയണത് പക്ഷേ 2 വർഷം മുമ്പ് അതിനെ പറ്റി ആലോചിച്ചായിരുന്നു. ഈ ഫാന്റസി പടം പിച്ച് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? അത് മെയിൻലി സംഭവിച്ച ആൾക്കാർക്ക് ഈ ഫാന്റസി പരിപാടി ഒരു എക്സ്പെരിമെന്റ് അല്ലേ, അതാണ് ഏറ്റവും വലിയ. കാരണം മലയാളത്തിൽ അല്ലാത്ത ഇത്ര ഫാന്റസി പരിപാടീസ് വന്നിട്ടില്ല. അപ്പം ബഡ്ജറ്റ് വൈസും അങ്ങനത്തെ ഒരു പരിപാടി ഇതിനകത്ത് ആക്ച്വലി നല്ല CG പരിപാടീസ് ഉണ്ട്. ഞാൻ പുറത്തുള്ള ടീംസിൻ്റെ കൊടുക്കാൻ പോയ സമയത്ത് പ്രൊഡ്യൂസറായ സീൻസ് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ ഒരു ടീം ഇതിനു വേണ്ടി തന്നെ പടത്തിന് വേണ്ടി ഒരു പുതിയൊരു ടീം ഉണ്ടാക്കി. VFX നമ്മുടെ മാർവൽസ് മൂവീസൊക്കെ ചെയ്ത കുറച്ച് പയ്യന്മാർ ചെയ്തിട്ട് നല്ല ബഡ്ജറ്റ് പറഞ്ഞ സാധനം ചെറിയ എമൗണ്ടിൽ നമ്മൾ ചെയ്ത്.
അങ്ങനെ ലിമിറ്റേഷൻ ഉണ്ടാക്കി. ഇപ്പൊ ഏതൊക്കെയാ ഇഷ്ടപ്പെട്ട ഫാന്റസി ജോണറിലുള്ള സിനിമകള്? ഫാന്റസി ആക്ച്വലി ഫാന്റസി ജോണർ തന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഈ ഇപ്പം ഞാനിപ്പോ തമിഴിൽ പറഞ്ഞ ഈ ഓമ്മ കടവുളൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ സിനിമകളൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാരണം ഇപ്പൊ നമ്മൾ ടീച്ചറൊക്കെ കാണുമ്പോൾ ആ പടമായിട്ടാ പെട്ടെന്ന് കണക്ട് ആവുന്നത്. ആക്ച്വലി എനിക്ക് ഫാന്റസിയും പിന്നെ കുറച്ച് ലൈവ് ഇമോഷൻസും കൂടെ ഒക്കെ മിക്സ് ചെയ്യുന്ന പരിപാടി ഇഷ്ടം. അപ്പോൾ ആൾക്കാർക്ക് മെയിൻലി കണക്ട് ആവണല്ലോ. സാധാരണ ഓഡിയൻസിന് ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്താലോ ചില കാര്യങ്ങൾ, അപ്പോൾ ആ രീതിയിലാണ് എല്ലാ പരിപാടിയും. നമ്മൾ ഭയങ്കര ബുദ്ധിജീവി പരിപാടി കൊണ്ടുപോകത്തില്ല, എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് ഔട്ട് ഓഫ് ദ വേൾഡ് അല്ല, ഈ ലോകത്ത് കുറച്ച് ഫാന്റസി സംഭവം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഫാന്റസി, അതാണ് നമ്മുടെ സിനിമ. സാധാരണക്കാരൻ ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവമൊക്കെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറെ മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുന്നില്ലെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഗോഡ് ഓൺലി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ പോലെ ഒരു ദൈവം പെട്ടെന്ന് ഒരു ദിവസം ഏതൊരു ആളും വിചാരിക്കുന്ന പോലെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരുന്നതാണ് ഒരു ദൈവം വന്ന് ആളെ കൊണ്ട് തന്നെ ആളുടെ ജീവിതം ഒന്ന് നന്നാക്കിപ്പിച്ചെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ സൈജന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സയൻസ് ഒക്കെ ഒരുപാട് മനസ്സിലാക്കി, മറ്റേ വേൾഡ് ബിഗ് ബാങ് തിയറി ഒക്കെ മനസ്സിലാക്കി യുക്തിവാദിയായ ഒരു ഫേസ് ഉണ്ടായിരുന്നു? അതായത് ഈ ലോകത്തിന്റെ എക്സിസ്റ്റൻസിന് മൊത്തം സയൻസിന് മാത്രമേ റോളുള്ളൂ, ദൈവം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ കഥ അങ്ങനത്തെ ഒരിക്കലും എന്റെ ചിന്തയിലില്ലായിരുന്നു. അപ്പം നീ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നമ്മൾ ടീനേജർ ഒക്കെ ആയിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഐ ഓൾവേസ് ബിലീവ്ഡ് ഇൻ ഗോഡ്. എനിക്ക് ഞാൻ ഈ അമ്പലത്തിൽ പോകുന്ന കാര്യത്തിൽ, അതായത് ഇന്നൊന്ന് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ സൺഡേ അമ്പലത്തിൽ പോകണം അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. അത് എൻ്റെ ഭാര്യ അമ്മയൊക്കെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അവർ നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകാറുള്ളത്. പക്ഷേ എനിക്കൊന്നും പക്ഷേ ഇവരെക്കാളൊക്കെ കൂടുതൽ വലിയ വിശ്വാസി ഞാനായിരിക്കും. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലയിടത്തും ഇപ്പോൾ ഷൂട്ടിംഗ് പ്രമാണിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമല്ലോ, എവിടെ അമ്പലം കണ്ടാലും എവിടെ മസ്ജിദ് കണ്ടാലും എവിടെ ചർച്ച് കണ്ടാലും ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ഇതിനെ സമയമുള്ളൂ. ഞാൻ വണ്ടിയിൽ ഉറങ്ങുന്നില്ലെങ്കിൽ പുറത്ത് നോക്കിയായിരിക്കുമല്ലോ നമ്മൾ നാച്ചുറലി ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചില അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് അമ്പലങ്ങളോ അല്ലെങ്കിൽ ചർച്ചോ എന്തെങ്കിലുമൊക്കെ വന്നോണ്ടിരിക്കും, മസ്ജിദൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് ട്രാവൽ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ എനിക്കിത് കാണുകയും ചെയ്യാം. ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ നോക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് ചിലവർക്ക് പിന്നെ മനസ്സിലാവും ഞാൻ ഈ അമ്പലം അല്ലെങ്കിൽ മസ്ജിദ് കണ്ടിട്ടായിരിക്കും ഞാനിത് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞാൽ അത്രയും വിശ്വാസം എനിക്ക്. ഇത് ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. ഈ പ്രാർത്ഥന പണ്ട് ഞാൻ സൈക്കിൾ ഓടിച്ച് ഞാൻ കോളേജിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്തോ വഴിയിൽ അമ്പലങ്ങളോ ഒക്കെ കാണുവാണെങ്കിൽ ഞാനത് ചെയ്തോണ്ടിരുന്നതാണ്. ഞാൻ ദർഗയിൽ പോകുമായിരുന്നു. മസ്ജിദിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ ദർഗയിൽ പോകുമായിരുന്നു എൻ്റെ സുഹൃത്തുക്കളുമായിട്ട്. ദർഗയിൽ പിന്നെ ആർക്കും പോവാം. അമ്മാക്ക ദർഗ എന്ന് പറഞ്ഞ അവിടെ നാഗ്പൂരിൽ ദർഗ ഉണ്ടായിരുന്നു, അവിടെ പോകുമായിരുന്നു. അതെ, ടവൽ ഇങ്ങനെ ഹാൻഡ് കർച്ചീഫ്. ഗുരുദ്വാര പോകുമ്പോഴും ഹാൻഡ് കർച്ചീഫ് ഇടണം. ഞാൻ ഗുരുദ്വാര പോയിട്ടുണ്ട്. ഞാൻ മറ്റേ ലൂർദ് മാതാവിൻ്റെ പള്ളി ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ മഹാരാഷ്ട്രയിലുള്ളപ്പോൾ. മാതാവിൻ്റെ ഭയങ്കര ഞാൻ ഫോളോവറാണ്. ഏത് മതത്തിൽപ്പെട്ട ദൈവം എന്നുള്ളതല്ല, ദൈവമാണ്. അപ്പൊ ഞാൻ അൾട്ടിമേറ്റ് ആ ദൈവത്തിനെ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഒരു ക്യാരക്ടർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടേ ഇപ്പം ഒരേ സ്വഭാവമുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ പറയാം. ഇപ്പം ഒന്ന് ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഒരുപാട് സിനിമാ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാൾ. ഇപ്പം നീ എന്താ ഷൂടാ ജോഷി സാറിനെ കാണാൻ മുമ്പ് ഇടേണ്ടതല്ലേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിൽ നിനക്കറിയാലോ ഞാൻ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കില്ല എന്ന് പറയുന്നത്. ഇത് രണ്ട് പൊങ്ങച്ചമാണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ട് അളവിലുള്ള പൊങ്ങച്ചമാണ്. അപ്പൊ ഈ ഇപ്പൊ ഒരു പൊങ്ങച്ചക്കാരനെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, മറ്റൊരു പൊങ്ങച്ചക്കാരനെ ഇങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ. അത് സഹിച്ചായിട്ട് നല്ല ആക്ടർ എടുക്കുന്ന കോളാണോ അതോ അവിടെ നിന്ന് ഡയറക്ടറുടെ ഫീഡ് ഉണ്ടാവുമോ? ഇത് എങ്ങനെയാണ് വിഷ്ണു സംഭവം എന്ന് വെച്ചാൽ, നമുക്കൊരു സീൻ വായിക്കുമ്പോഴേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ ഫോം ആവും. ഈ ഐഡിയയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ റിഹേഴ്സൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ വന്നിട്ട് പറയുകയാണ് ഇതിങ്ങനെ അല്ല ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ഫോളോ ചെയ്യും. പക്ഷേ ഇത് വ്യത്യാസമാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രം ലോഡ്ജ് ചെയ്യുമ്പോഴത്തെ ആ പൊങ്ങച്ചത്തിന്റെ ആ മൊത്തം സിറ്റുവേഷൻ ഞാനിത് ആരോടാണ് പൊങ്ങച്ച അടിക്കുന്നത് ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ ആളല്ല ഷിബു വെള്ളായനി. ജോണി പെരങ്ങോടൻ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേഷൻ ഉള്ള ഒരാളാണ്. മറ്റേയാള് കുറച്ചുകൂടെ കൺട്രിയാണ്. ഇപ്പൊ നമ്മൾ സോ കോൾഡ് കൺട്രി അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന പോലെ രണ്ട് എക്സ്ട്രീമാണ്. പക്ഷെ എവിടെയോ ഒരു സാമ്യമുള്ളത്, രണ്ടുപേരും ഗ്രേ ഷെയ്ഡാണ്, കുരുട്ടുബുദ്ധിക്കാരാണ് രണ്ടുപേരും. പക്ഷെ ഇയാള് അയാളുടെ ലെവലിൽ നിന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ ഡ്രസ്സിങ് അങ്ങനെയാണ്, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്. മറ്റേയാള് തനി കൂറ ചിലപ്പം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ചിലപ്പോൾ കഴുകാത്തൊരു ജുബയും ലുങ്കിയായിരിക്കും അയാൾ കൊടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെർഫോമൻസും അത് ചേഞ്ച് ആവും. ഐ മീൻ അത് എങ്ങനെയാണ് ആ ഒരു സീൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. പിന്നെ അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതലും ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഒരേ ടൈപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഇപ്പോൾ സിനിമയുടെ എവല്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് പറയുന്നതിനൊരു രീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ന്യൂട്രൽ മലയാളം അല്ലെങ്കിൽ വടിവത്ത ഭാഷയായിരുന്നു. പിന്നീട് അത് ബോഡി ലാംഗ്വേജിലേക്ക് ഇപ്പോൾ ബിഹേവ് ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു നാച്ചുറൽ രീതി ഉണ്ടല്ലോ, അതായത് ഒരു ഏറ്റവും നാച്ചുറലായി ഏറ്റവും റോ ആയിട്ട് അഭിനയിക്കുക എന്നുള്ളത്, ഇതിപ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിൽ അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ തമിഴിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്? ഞാനാകെ തമിഴിൽ ഇപ്പം 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. നോർമലി സംസാരിക്കാൻ പറ്റുന്ന, നമ്മൾ നോർമലി സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ സംസാരിക്കാനുള്ള ഇത്. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ എല്ലാത്തിലും അങ്ങനെയാണ്, ഭയങ്കര വേറൊരു രീതിയിൽ അങ്ങനെ സംസാരിക്കേണ്ട ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഈ മലയാളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ചെയ്യും അങ്ങനത്തെ ആ സാധനമുണ്ട്. ഞാൻ തെലുഗുവിൽ ഒരു കുഞ്ഞൊരു വേഷം ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് മലയാളി ആക്ടേഴ്സിനെ. ജോജു ചേട്ടനും ഞാനും സെയിം ഇതിലുണ്ടായിരുന്നു. അന്ന് അവിടെ ആക്ച്വലി അവിടുത്തെ ഒരു ആക്ടറിന്റെ മാനേജറും കുറച്ച് ആൾക്കാരും അന്ന് മലയാളത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് സെറ്റിൽ വന്നു. അതായത് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. മലയാളത്തിൽ അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന്, ഭയങ്കര നാച്ചുറൽ ആയിരിക്കും, ഓവർ ആക്ഷൻസ് ഒന്നും ചെയ്യില്ല, അങ്ങനത്തെ ഒരു ചിന്ത അവർക്കുണ്ട്. ആൻഡ് അതുകൊണ്ട് അവർ നമ്മളോട് സംസാരിക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഓൾറെഡി നല്ലോണം അഭിനയിക്കാൻ അറിയുന്ന ആളായിരിക്കുമല്ലോ, ബിക്കോസ് നിങ്ങൾ വരുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിന്നല്ലേ എന്നുള്ളൊരു റെസ്പെക്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഇപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് സാധാരണ ഗതിയിൽ ഇപ്പൊ കൃഷ്ണനായിട്ടോ അല്ലെങ്കിൽ ശിവനായിട്ടോ ഒക്കെ വരുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട്, അല്ലെങ്കിൽ ജീസസ് ആയിട്ടോ ഒക്കെ വരുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂംസോ രൂപകൽപ്പനയൊന്നും കണ്ടില്ല പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെ. അതെന്താ അങ്ങനെ ഒരു ടേക്ക്? ആക്ച്വലി നമ്മൾ ഒരു മതത്തിനെ നമ്മൾ പിടിച്ചിട്ടില്ല, ഒരു ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് സെറ്റപ്പിലാണ് പിടിച്ചേക്കുന്നത്. ആക്ച്വലി അതിന്റെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്കിപ്പം നമ്മുടെ പ്ലാനറ്റ്സ് കഴിഞ്ഞാൽ അറിയാലോ, മിൽക്കി വേ ഗാലക്സി, അത് കഴിഞ്ഞിട്ട് അപ്പുറം. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ്, അതിന്റെ കുറെ ടൈപ്പ് ഒരു കളർ തീം പരിപാടീസ് ഒക്കെ വെച്ച് നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷാണ്. അപ്പോൾ ആളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ആൾ ഒരുപാട് ഡിസൈൻസ് നമുക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ബെറ്റർ പരിപാടിയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തത്. ഫാന്റസി ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫാന്റസി സിനിമകളിൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെ നമ്മുടെ എഴുത്തിലും വന്നു വിചാരിച്ചോ, എന്നാൽ അത് ഒരു രീതിയിൽ നമുക്ക് സിനിമയ്ക്ക് അവോയ്ഡ് ചെയ്യാതിരിക്കാനും പറ്റും. ഇപ്പൊ വരം ചോദിക്കുന്നതോ അങ്ങനത്തെ സീക്വൻസ് എന്താണ് ഇതിന്റെ ആഗ്രഹം, ഇതിനെങ്ങനെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ റൈറ്റേഴ്സ് ജോമോൻ, മൂന്ന് പേര്, ലിൻഡോ, റോഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ സീൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബ്രോ ഈ പടം കാണും, നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം, ഒരു സാമ്യം തോന്നരുത്, ലൈക്ക് എല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ എല്ലാം ഒരു റിപ്പറ്റേഷൻ വരാത്ത രീതിയിലാണ് എല്ലാം ട്രീറ്റ് ചെയ്തേക്കുന്നത്. കാരണം ആക്ച്വലി നമുക്ക് ഒരു സാധനം കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫ്രഷ് പരിപാടി തന്നെയാണ് മൊത്തത്തിൽ. ഈ ചേട്ടാ ഈ തെരഞ്ഞെടുപ്പുകളുടെ ഇതിലേ ഇപ്പോൾ ഭരതനാട്യത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ കുറേ കൂടെ റെക്കഗ്നൈസ് ചെയ്യാനും ആക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പുതിയതായിട്ട് പരീക്ഷിക്കാനോ പുതിയതായിട്ട് ക്രൈറ്റീരിയ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നമുക്ക് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന സിനിമകൾ, അതായത് നായകനാകുമ്പോൾ ആരെയും ചോദിച്ചത് അത് തന്നെ. ഇപ്പൊ നായകനായാലും സപ്പോർട്ടിംഗ് റോളായാലും, സപ്പോർട്ടിംഗ് റോളിൽ പിന്നെ നമ്മുടെ കൂടുതലും നമ്മൾ നമ്മുടെ കഥാപാത്രം അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പ്രൊട്ടഗണിസ്റ്റ് ആകുമ്പോഴത്തേക്കും ആ പാക്കേജ് ആസ് എ ഹോൾ നന്നായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഒരു കഥ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ അകത്ത് എന്റർടൈൻമെന്റ് കിട്ടിയോ ഇല്ലെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊരു 80% ആണ് എനിക്ക് എന്റർടൈൻമെന്റ് കിട്ടിയിരിക്കണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാം നല്ലതാണ്, 3/4 പടം നല്ലതാണ്, പക്ഷെ ആ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, അവിടെ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്, അതൊന്ന് ശരിയാക്കാൻ നല്ല ഞാൻ പറയാറുണ്ട്. അപ്പം അത് ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു സിറ്റിംഗ് ഇരിക്കാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. അതല്ല നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത സിനിമകളൊക്കെ എല്ലാ സിനിമകളും ഇവിടെ ഓടി അല്ലെങ്കിൽ പാളിയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമകളൊക്കെ പാളും ചെയ്യും, നമ്മൾ മനുഷ്യരാണല്ലോ. നമ്മൾ ഇപ്പം ഒരാൾ വന്നിട്ടൊരു കഥ പറയുമ്പോഴത്തേക്കും നമുക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, പക്ഷെ അത് എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് നമ്മൾ കേട്ടത്രയും ചിലപ്പോൾ ഭംഗിയാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഞാൻ ഏതെങ്കിലും പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പ്രൊട്ടാഗണിസ്റ്റായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും അതിനൊരു
എന്താണ് ആൾക്കാർ ഇപ്പൊ ബോക്സ് ഓഫീസിൽ ഓടിയാലും ഓടിയില്ലേലും ആൾക്കാർ എവിടെയെങ്കിലും ഇത് കണ്ടാൽ അതിനെപ്പറ്റി നല്ലത് പറയണം. മെജോറിറ്റി ആൾക്കാർ കേട്ടോ, അതാണ് അൾട്ടിമേറ്റ് എയിം. അതെ, ഒരുപാട് തുടർഭാഗങ്ങൾ കയ്യിലുള്ള ആളാണല്ലോ. അന്താക്ഷരിയുടെ 2ാം ഭാഗം ഇതൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഇപ്പം ആടിന്റെയും ഭരതനാട്യത്തിന്റെയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ആടിന്റെ ഓൾറെഡി സംഭവിച്ചു, ഭരതനാട്യത്തിന്റെ സംഭവിക്കാൻ പോകുന്നു. ഓക്കെ, ബാക്കി അന്താക്ഷരി, ഗുണ്ടജയൻ ഇതൊക്കെ പ്ലാനിങ്ങിലുണ്ട്. പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് നടക്കാൻ എഴുത്ത് നടക്കുന്നതും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇൻഫോംഡ് ആണ്. ഗുണ്ടജയന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അന്താക്ഷരിയുടെ 1 ലൈൻ കംപ്ലീറ്റ് ആയെന്നാണ് വിപിൻ പറഞ്ഞത്. അതിനിപ്പം അത് ഏത് സ്റ്റേജിലേക്ക് ഇപ്പം ആണെന്നുള്ളത് എനിക്കറിയില്ല. വെച്ചാൽ വിപിൻ ഈ പറഞ്ഞ പോലെ വാഴ 2 അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബിസിയാണ്. അപ്പം അതിനെപ്പറ്റി ഞാൻ അപ്ഡേറ്റഡ് അല്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഞാനും അറിഞ്ഞിരിക്കുന്നത്. ഇതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അല്ലെ, നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ മീഡിയ വഴി എനിക്ക് അറിഞ്ഞില്ല, ഞാൻ ഡയറക്ടർ അറിയുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത്ര വിവരം എനിക്ക് ഉള്ളൂ. ഭരതനാട്യത്തില് ഡെഫിനറ്റ്ലി ഞാനും കൂടെ പാർട്ട് പ്രൊഡ്യൂസർ ആയത് കാരണം അതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് ഒരു കൗതുകം കൊണ്ട് വെച്ചിട്ട് ഈ ഭരതനാട്യത്തിൽ 1ലുള്ള ക്യാരക്ടേഴ്സിന്റെ ടൂവിലും ആ ക്യാരക്ടേഴ്സ്. അപ്പൊ അത് തന്നെയാണ് ഒരു വെല്ലുവിളി. ഇപ്പൊ നമ്മള് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോ എന്റെ ഡേറ്റ് അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഭരതനാട്യം 1 ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഡേറ്റ് ആ സമയത്തായിരുന്നു. അപ്പം ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിന് വെച്ചാൽ അപ്പം ആ സമയത്ത് ഈ പർട്ടിക്കുലർ ആക്ടർ അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നു. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല, അവർ തന്നെ വേണമല്ലോ. അപ്പൊ ഇനിയിപ്പോ എല്ലാവരുടെയും ഒരുമിച്ച് ഡേറ്റ് കിട്ടുന്ന ഒരു സമയത്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ ടെന്റേറ്റീവ്ലി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പം ഫാമിലി മെമ്പേഴ്സൊക്കെ സെയിം. ഈ ഭരതനാട്യം 2-ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന്. അതായത് ഇപ്പം നമ്മുടെ ഈ പടം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ഇതിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആവാം. ആക്ച്വലി പ്ലാനിങ്ങിലുണ്ട്. പ്ലാനിങ്ങുണ്ടാ നീ പറഞ്ഞായിരുന്നു. സോറി ഞാൻ മറന്നുപോയി. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദൈവം നമുക്ക് ഊഹിക്കാം. അപ്പം അടുത്ത ഒരു ദൈവം വേറൊരു മനുഷ്യന്റെ ജീവിതത്തിൽ സെക്കൻഡ് പാർട്ടായി. ഭരതനാട്യത്തിന് ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞു. അല്ല, ഇവരുടെ ഒരു പ്രശ്നം നമ്മൾ കാണിക്കുന്നു അവിടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിക്കുന്നു, പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പിന്നെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, കഴിഞ്ഞു. പക്ഷേ കൃഷ്ണദാസിന്റെ ബ്രില്യൻസ്, തോമസ് ഏട്ടൻ പറഞ്ഞ് നമുക്കൊരു സെക്കൻഡ് പാർട്ട് നമുക്ക് ആലോചിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ഇവൻ ഒരു പ്ലോട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു പ്ലോട്ട്. അതിൽ സമ്മതിക്കണം അവനെ. മറ്റേ മലയാള സിനിമ മൊത്തം കാത്തിരിക്കുന്നു ആട് 3-ന് വേണ്ടിയിട്ട്. ആ യൂണിവേഴ്സ് എന്താവുന്നു, അത് ഭയങ്കര ഫാന്റസി ആണെന്നൊക്കെ ആളുകൾ പറയുന്നു. ഞാൻ അതിന്റെ ചെയ്ത ടീമിനോട് ഇന്നലെ സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. കനവകഥയാണ്. അപ്പൊ അവര് ആ വേൾഡ് ഞങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയില്ല. ഭയങ്കര അറ്റംപ്റ്റ് ആണ് എന്നുള്ളത്. എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തില്? എന്റെ സ്ക്രിപ്റ്റ് ഭയങ്കര രസകരമായ സ്ക്രിപ്റ്റാണ്. പിന്നെ ആദ്യമായിട്ടാണ് ആട് 1-ലും ആട് 2-ലും ഒക്കെ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം, ആട് 1 നമ്മുടെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല, എൻ്റെ സീൻസ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ആട് 2-ന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 4-ാമത്തെ ദിവസം കണ്ട ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിക്കുന്നത്. ഇതിന്റെ പക്ഷേ നേരത്തെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു. എനിക്ക് അതിനെപ്പറ്റി ഐഡിയ ഉണ്ട്, എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റും. ഭയങ്കര രസമായ ഏറ്റവും ക്രേസി ആയിട്ടുള്ള ആടുപാട് അതായിരിക്കും അല്ലേ? തേർഡോ? തേർഡ് ഡെഫിനറ്റ്ലി അത് അത്രയും ക്രേസിയസ്റ്റ് എന്ന് പറയാം. ഇപ്പം തൽക്കാലം ഈ 3 സീരീസിലും ഏറ്റവും ക്രേസിയസ്റ്റ്. ആൻഡ് കുറച്ചുകൂടെ ബിഗ് ബഡ്ജറ്റാണ്, ബിഗ് ഇൻഫ്രാസ്ട്രക്ചറാണ്. എല്ലാവർക്കും, അതായത് ഫസ്റ്റ് പാർട്ടിലുള്ള കുറച്ച് പേര് സെക്കൻഡ് പാർട്ടിലില്ല, സെക്കൻഡ് പാർട്ടിലുള്ള കുറച്ച് പേര് ഫസ്റ്റ് പാർട്ടിലും ഇല്ല. പക്ഷേ ഈ 2 പാർട്ടിലുള്ള എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ തേർഡ് പാർട്ടിലുണ്ട്. ഒരുപാട് ഇപ്പൊ എന്താ പറയാ, അധികം ചിന്തിക്കൊന്നും ചെയ്യാത്ത കുറച്ച് മണ്ടൻ കഥാപാത്രങ്ങളും സഹിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പം അത് ചെയ്യുമ്പോ സ്വയം ആലോചിക്കാറുണ്ട്, ഇയാളെന്താ എത്ര മണ്ടനായി പോയത്, അങ്ങനെ ആലോചിക്കാറുണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് അല്ലേ. ഇതിപ്പോ എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ ആലോചിച്ചിട്ടുണ്ട് ഈ മണ്ടത്തരം എനിക്ക് സംഭവിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ക്യാരക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും ആലോചിക്കാറില്ല. ബിക്കോസ് ക്യാരക്ടർ ഇസ് ക്യാരക്ടർ. ഓക്കെ, ഇപ്പൊ പ്രതിഭവൻ കോഴിയിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് അയാൾ ഏറ്റവും അവസാനം മണ്ടനായിട്ട് അവസാനിക്കുന്ന ക്യാരക്ടർ, മറ്റേ മഞ്ജു വീട്ടിൽ ആരോടും പറയില്ല എന്നൊക്കെ. അപ്പൊ ഇത് പക്ഷെ വേറെ കാര്യമുണ്ട്, എത്ര ബുദ്ധിമാനായ ആൾക്കാരായാലും ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ മണ്ടൻ ആയേ പറ്റുള്ളൂ. അതെ അതെ,
അല്ലെങ്കിൽ ജീവിതം പോകുമല്ലേ, ഫാമിലി ലൈഫ് കൊളാകുന്ന സ്റ്റേജാണ്. ഇവര് വീട്ടിൽ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം അത് അയാള് ചിലപ്പോൾ മണ്ടനായിട്ട് അഭിനയിച്ചതായിരിക്കും ആ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാളുടെ പിന്നെയുള്ള നോട്ടം ശ്രദ്ധിച്ചായിരുന്നു, പണി കൊടുക്കുന്നുള്ള രീതിയിലുള്ള നോട്ടമാണ്. ദാറ്റ് ഈസ് നോട്ട് എ മണ്ടൻ, ഹി ജസ്റ്റ് ആക്ടഡ് ആസ് എ മണ്ടൻ. പക്ഷെ നമ്മുടെ അറക്കലബു അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഈ ഹ്യൂമർ കുറച്ചും കൂടി അധികം ട്രൈ ഔട്ട് ചെയ്യണം അങ്ങനെ ആഗ്രഹങ്ങൾ തോന്നിയിട്ടുണ്ടോ? എല്ലാം ട്രൈ ചെയ്യണം. പക്ഷെ ഹ്യൂമർ ഇസ് വെരി ഹാർഡ് ആക്ച്വലി. ഹ്യൂമർ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, അത് ഭയങ്കര ടാലന്റഡ്. ഇപ്പൊ സൈജു ചേട്ടനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ സീരിയസും ചെയ്യുന്നുണ്ട് ഹ്യൂമർ, പക്ഷെ അത് എല്ലാവരെ കൊണ്ടും പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു റോൾ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നമുക്ക് പിടിക്കാം. സെക്കൻഡ് ബട്ടണിൽ 1 ലൈനും ഉണ്ടോ കയ്യിൽ? ഒരെണ്ണം സെറ്റായി വന്നിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് പരിപാടിക്ക് റെഡി ആവാറുണ്ട്. ഒരുപാട് കാലമായി അങ്ങനെ ഒരു ഫാന്റസി സിനിമ മലയാളത്തിൽ സംഭവിച്ചിട്ട്. നല്ലതാണെങ്കിൽ അത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കുട്ടിച്ചാത്തൻ തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ നല്ല സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. ആ ഒരു ചരിത്രം റിട്ടേൺ ബൈ ഗോഡിനും കിട്ടട്ടെ. നിങ്ങളുടെ 3 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.